ഗൈസ് എന്തെങ്കിലും വിശേഷം സുഖമാണിരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് കയറുന്ന സ്വാഗതം. ഇന്നൊരു ചെറിയൊരു ഡാർക്ക് വീഡിയോ ആണ്. മുന്നേ തന്നെ ഒരു വാണിംഗ് കൂടി തരാം. ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ചെറിയൊരു പേടിയൊക്കെ ഉണർത്തിയേക്കാം, ഉണ്ടാക്കിയെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നവർ അവരവരുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ കാണുക. എൻ്റെ ഉത്തരവാദിത്തമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് എടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ചിലർക്ക് ഡാർക്കായിട്ട് ഫീൽ ചെയ്തേക്കാം. ഞാൻ മുന്നേ തന്നെ ഒരു ഡാർക്കാണ്. പിന്നെ അത് മാത്രമല്ല, നെഗായിട്ട് ഫീൽ ചെയ്തേക്കാം. ചിലർക്ക് കിട്ടുമ്പോഴേ ചിലത് പഠിക്കുകയുള്ളൂ. കിട്ടിയവർക്ക് ചിലപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയേക്കാം. കിട്ടാത്തവർ ചിലപ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി പോയേക്കാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ഇത് കാണാനും നിങ്ങൾക്കൊരു സമയമുണ്ട് എന്ന് വേണമെങ്കിൽ കൂടി ഞാൻ വിചാരിക്കുന്നു. അത് മാത്രമല്ല, ചാനൽ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ കൊച്ചു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ഷെയർ ചെയ്യാൻ വീഡിയോ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാം. ഞാൻ ഈ അടുത്തിടെ കുറച്ച് മൂവി എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്, ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു, പുതിയ ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സിനൊക്കെ പിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചില സ്ക്രിപ്റ്റുകൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഒരു വശത്ത്. അതും ഇതും എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ UK ക്രൈംസിനെ കുറിച്ച് പഠിച്ചു. സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ UK ഗാങ്സ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. കുറച്ച് വർഷങ്ങൾ മുമ്പുള്ള കുറേ കാര്യങ്ങൾ, ഇൻസിഡൻസ് കാര്യങ്ങളും പല കാര്യങ്ങളും എല്ലാം ഞാനിവിടെ പഠിച്ചെടുത്തു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം പോകും. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഈ ഒരു ഇഷ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും. അതല്ല, ഇവിടുത്തെ നടക്കുന്ന യഥാർത്ഥ കഥകൾ, നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ കഥകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് പക്ക ഡാർക്കാണ് എന്ന് വേണമെങ്കിൽ കൂട്ടിക്കും. പക്ഷേ യഥാർത്ഥ കഥകളാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്, സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ക്രൈംസിന് കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത്. ഞാൻ ഇരിക്കുന്നത് മാഞ്ചസ്റ്ററിലാണ്. ഇത് മാഞ്ചസ്റ്ററിൽ മാത്രമല്ല, UK പല ഭാഗങ്ങളിലും ഇതെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും നോക്കാം. ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞുതരാം, അതൊക്കെ മനസ്സിലാക്കാം. ഇന്നലത്തെ സംഭവത്തിലേക്ക് കിടക്കാം. ഇന്നലത്തെ മിനിയാത്ത സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി, 9 വയസ്സായ പെൺകുട്ടി മാതാപിതാക്കളുടെ ഒപ്പം തന്നെ ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ, ലണ്ടനിലെ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു. ആ പോയ സമയത്ത് അവിടെ ഒരു വെടിവെപ്പ്, ആ റെസ്റ്റോറൻറ്റ് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നു. ആ കുട്ടി ഉൾപ്പെടെ പുറത്തു നിന്ന 3 അഡൾട്ട്സിന് വെടിയുണ്ട്. അങ്ങനെ 4 പേർക്ക് വെടിയുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കുട്ടിയുടെ നില കുറച്ച് ഗുരുതരമാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും അതുപോലെ അവരുടെ CCTV ഫുട്ടേജ് അടക്കം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈക്കിലെത്തിയ ബാൽക്ലൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസ്ക് ഒക്കെ ഇട്ട് വരുന്ന ഒരുപാട് പേര് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒരു ബ്ലാക്ക് മാസ്ക്, കണ്ണും മാത്രം പുറത്ത് കാണിച്ചു വരുന്ന മാസ്ക്, അത് മോട്ടോർ ബൈക്കിൽ വന്നിട്ടാണ് ആ റെസ്റ്റോറൻറ്റ് നേരെ നിറയൊഴിച്ചത്, വെടിവെച്ചത്. അതിലാണ് ഇവർ ഇഞ്ചേർഡ് ആയത്, ഇവർ ഹോസ്പിറ്റലായത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻറ്റ് പോലീസിന് ഇതുവരെ പ്രതിയെ പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പ്രതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പലരും അതിനെക്കുറിച്ച് പറയാനായിട്ട് മടിച്ചു എന്നും പോലീസിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കാരണങ്ങൾ അതിനകത്ത് പലതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ മറ്റൊരു എപ്പിസോഡ് സ്റ്റോറി രീതിയിൽ തന്നെ നിങ്ങൾ മുന്നിലോട്ട് ഞാൻ കൊണ്ടുവരാം. കാരണം ആ എപ്പിസോഡുകൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു സ്റ്റോറി രൂപത്തിൽ നിങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവരാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലീസിന് എന്തുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നില്ല? പോലീസ് തന്നെ പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ട് എന്ന്, അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ UK നടന്ന മലയാളികൾക്ക് സംഭവിച്ച പല കാര്യങ്ങളും പറയാം. മാഞ്ചസ്റ്ററിൽ ഞാൻ മുന്നേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു മലയാളിക്ക് നേരെ സ്റ്റാബിങ് നടന്നു. മലയാളി ഇഞ്ചേർഡായി, മലയാളി ഹോസ്പിറ്റലായിരുന്നു. കഴുത്തിൽ ഗോൾഡ് ഇട്ട് പുറത്തിറങ്ങിയ ആളായിരുന്നു. അപ്പോൾ ഗോൾഡ് സ്നാച്ചിങ്ങിന് വന്നു. ജസ്റ്റ് അപ്പോൾ അവരെ സ്റ്റാബ് ചെയ്തിട്ട് ഗോൾഡ് എടുത്തുകൊണ്ട് പോയി. അതുമാത്രമല്ല, നമുക്ക് നോർത്താംപ്ടണിൽ മലയാളികൾക്ക് കുത്ത് ഏൽക്കുകയുണ്ടായി. കൊവൻട്രിയിൽ മലയാളികൾക്ക് കുത്ത് ഏൽക്കുകയുണ്ടായി. അതിന് പുറമെ ലണ്ടനിൽ മലയാളികൾക്ക് കുത്ത് ഏൽക്കുകയുണ്ടായി. അതിലൊരു മലയാളി മരിക്കുകയും ചെയ്തു. മരിച്ച് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കുത്തിയ പ്രതി പുറത്തിറങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ വരുന്നവരുടെ അടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾ UK മലയാളികളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒറ്റപ്പെട്ട സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടാവുക. കാരണം ഈ മലയാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എന്നെപ്പോലുള്ള, എനിക്കറിയില്ല എല്ലാവരും തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം നെഗാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെ നടക്കുന്ന ക്രൈംസും കാര്യങ്ങളെല്ലാം എടുത്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. കാരണം എന്താ വെച്ചാൽ, നമ്മളിരിക്കുന്ന സ്ഥലം, നമ്മൾ ആ സ്ഥലത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ന്യൂസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ മലയാളികളുടെ ന്യൂസുകൾ മാത്രമായിരിക്കും ഈ മീഡിയാസിലൂടെ നിങ്ങൾ കൂടുതൽ കാണുന്നത്, അല്ലേ? പക്ഷേ അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് അനേകം ഗ്യാങ് വാറുകൾ,
ഗ്യാങ്ങുകളുടെ നേതൃത്വത്തിൽ, ഇല്ലെങ്കിൽ ഇവിടെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് വിക്ടിംസ് ഡെയിലി ഉണ്ടാവുന്നുണ്ട്. മലയാളികളുടെ വീട്ടിലുണ്ടാവുന്ന റോബറി മാത്രമല്ല, ഒരുപാട് സ്നാച്ചിങ്ങും സ്റ്റാബിങ്ങും അതേപോലെ തന്നെ ഈ ഗൺ ഷോട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെ, നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാവട്ടെ, UK ഉള്ളവരാവട്ടെ, ഈവൻ ഞാൻ ഉൾപ്പെടെ ആവട്ടെ, നമുക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ബാൽക്ലാവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്ക് ഫേസ് മാസ്ക് ഇട്ടിട്ട് കുറേ ടീംസ് നിങ്ങളുടെ മുന്നിലോട്ട് പോകുന്നുണ്ടാവും, സൈക്കിളിൽ പോകുന്നുണ്ടാവും. ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ അവരുടെ ആ കഴിവുകൾ കണ്ടിട്ട് ഞാനൊന്ന് കോരിത്തെരിച്ച് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. സൈക്കിൾ ഫ്രണ്ട് പൊക്കുന്നു, ബാക്ക് പൊക്കുന്നു, സിറ്റിക്കകത്തൂടെ അതായത് സ്റ്റെപ്പുകളിലൂടെ ചാടി പോകുന്നു, ബൈക്ക് കൊണ്ടുവരുന്നു, മോട്ടോർ ബൈക്ക് കൊണ്ടുവരുന്നു, ഇലക്ട്രിക് ബൈക്കിൽ വരുന്നു, അവർ അതിനകത്ത് കിടന്ന സ്റ്റെൻഡുകൾ കാണിക്കുന്നു. ഞാൻ അതൊക്കെ നോക്കി അവരുടെ കഴിവുകളെ ഞാൻ ഒരിക്കൽ എന്ത് കഴിവാണെന്ന് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പാർക്കിലേക്കൊക്കെ വണ്ടി എടുത്ത് സ്കിഡ് ചെയ്തിട്ടും റേസ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് പല കാര്യങ്ങളും. പക്ഷേ നിങ്ങൾ കാര്യം എന്ന് വെച്ചാൽ ഈ ബാൽക്ലാവ്സ് ഇട്ട് വരുന്നവരെല്ലാവരും ആ കഴിവ് മാത്രം കാണിക്കാൻ വരുന്നവരല്ല. അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ ദിവസം അറ്റാക്ക് ഉണ്ടായവരും ആ ബാൽക്ലാവ്സ് ഉള്ള മാസ്ക് ഇട്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ബാൽക്ലാവ്സ് ഇട്ടിട്ടുള്ള ഒരാൾക്കാരെ നിങ്ങൾ കാണാതിരുന്നിട്ടുണ്ടാവില്ല. UK പല ഭാഗങ്ങളിലായിട്ട് എല്ലാ ഏരിയയിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചില ഔട്ടർ ഏരിയകളിലേക്കൊന്നും ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഇത് സിറ്റികളെ ബേസ് ചെയ്ത് ചുറ്റിപ്പറ്റിയിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏതെങ്കിലും ചെറുപ്പക്കാരിങ്ങനെ ചുമ്മാ കിടന്ന് കാണിക്കുന്നതാണെന്ന് വിചാരിക്കേണ്ട. ഇതെല്ലാം ഓരോ ഗ്യാങ്ങുകളാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സ്റ്റാബിങ്, ഗൺ ഷോട്ട്സ്, ഈ പറഞ്ഞ റോബറി, സ്നാച്ചിങ് എല്ലാം ഓരോ ഗ്യാങ്ങിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടക്കുന്നത് കൂടി മനസ്സിലാക്കുക. എന്നിട്ട് എൻ്റെ അനിയനടക്കം പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവനെ ഇതേപോലെ ബാൽക്ലാവ്സ് ഇട്ട് വന്ന് സൈക്കിളിൽ വന്നിട്ട് അവനെ അടിച്ച് പിരുത്തിട്ട് പോയി. എൻ്റെ സുഹൃത്തിനെ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ലിവർപൂൾ ഒരു പാർക്കിനകത്ത് വെച്ച് അവനെ അടിച്ച് മർദ്ദിച്ച് അവനെ കൊല്ലാക്കൊല ചെയ്തിട്ട് അവൻ അവിടെ ഓടി രക്ഷപ്പെട്ട് അവൻ ലിവർപൂളും വിട്ട് അവൻ ഓടി. ഒരുപാട് ഇഷ്യൂസ് എനിക്ക് തന്നെ എൻ്റെ ലൈഫിൽ തന്നെ UK വന്നിട്ട് ഈ പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് നമുക്കുണ്ടായി. അതായത് ഈ പറഞ്ഞ വീടുകൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ സ്ട്രീറ്റിൽ കൂടെ പോകുന്നുണ്ടാവാം. സ്ട്രീറ്റിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ അവരെ ഇങ്ങനെ വണ്ടിയൊക്കെ പൊക്കി നമ്മൾ നോക്കിയിട്ടുണ്ടാവും. ഈ മോട്ടോർ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്നെ പോലുള്ളവർ അറിയുന്ന കുറച്ച് ആൾക്കാർ അവിടെ മോട്ടോർ ബൈക്ക് ഉണ്ടെങ്കിൽ അപ്പുറത്തെ വഴി കൂടെ മാറിപ്പോവാറും ഉണ്ടാവാം. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കുറച്ച് സീരിയസ് ആണ്. കാരണം ഇങ്ങനെ മാസ്കും ഇട്ട് വരുന്ന ആൾക്കാരുടെ മുമ്പിലൊന്നും പോയി പെടാതിരിക്കുക. ഇവരെല്ലാം ഓരോ ഗ്യാങ്ങിൽ പെടുന്നവരാണ്. ഈ ഗ്യാങ്ങിനൊക്കെ ഈ പറഞ്ഞ ചുമ്മാ വന്ന് കുത്തുന്നതും സ്നാച്ച് ചെയ്യുന്നതും സ്റ്റാബ് ചെയ്യുന്നതൊന്നും വെറുതല്ല. ഒരു ഗ്യാങ്ങിലേക്ക് ഒരു മെമ്പറിനെ ആദ്യമായിട്ട് റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർക്ക് ഒരു എലിജിബിലിറ്റി ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു ഗ്യാങ്ങിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആരെങ്കിലും തട്ടണം, സ്റ്റാബ് ചെയ്യണം, ഗൺ ഷൂട്ട് ചെയ്യണം, സ്നാച്ച് ചെയ്യണം. ഇത് പല ഗ്യാങ്ങുകളുടെ ഇടയിലുണ്ട്. അത് ചിലപ്പോൾ റോബറി ആയിട്ടായിരിക്കാം. ചിലർ ഇതേപോലെ തന്നെ ആൾക്കാരെ കൊന്ന് തെളിയിച്ച് കയറി വരുന്നവരുണ്ടാവാം. അതുമാത്രമല്ല, ഈ ഗ്യാങ്സിൻ്റെ ഇടയിൽ പിന്നെ ഒരു റിച്വലാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇവൻസിലും പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽസിനകത്ത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓരോ മെമ്പേഴ്സിന് ഒരു ടാർഗറ്റ് കൊടുക്കും. ഈ റിച്വൽ പോലെയാണ്. അതായത് നമ്മുടെ ഒരു ആചാരം പോലെ ഒരാളെ തട്ടുക അല്ലെങ്കിൽ ഒരാളെ കൊല്ലുക എന്നുള്ളത്. പൊതുവേ ഗ്യാങ് വാറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്യാങ്ങുകളായിട്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ റാൻഡമായിട്ടും ഇതേപോലെ ചെയ്യാറുണ്ട്. ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് UK വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പോലീസിൻ്റെ വെബ്സൈറ്റുകളിൽ ന്യൂസുകളായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ കഥകൾ ഞാൻ തേടിപ്പോയി റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടെത്തിയ കഥകൾ ഇപ്പോൾ നടക്കുന്ന കഥകളല്ല. ഇത് കുറച്ച് വർഷങ്ങൾ മുമ്പ് നടക്കുന്ന കഥകൾ ഞാൻ കണ്ടു. നിങ്ങളിരിക്കുന്ന ഓരോ ഏരിയകളും ഓരോ ഗ്യാങ്സിൻ്റെ നേതൃത്വത്തിൽ അത് അപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി മറക്കണ്ട. അത് ഡ്രഗ്സ് ഡീൽ ചെയ്യുന്നവരുണ്ട്, പല രീതിയിൽ പല സ്മഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിലെ ക്രൈം റേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ക്രൈം റേറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പോലീസിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നിങ്ങളുടെ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്രൈം, എത്ര സ്റ്റാബിങ് ഉണ്ടായിട്ടുണ്ട്, എത്ര സ്നാച്ചിങ് റോബറി ഉണ്ടായിട്ടുണ്ട്, എത്ര റേപ്പ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ റിസർച്ച് എന്ന് മനസ്സിലായി. നെഗ് അടിച്ചിട്ട് പോകുന്നവരെ പോട്ടെ, ഇത് കിട്ടുന്നവർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചോളും എന്ന് ഞാൻ എനിക്കറിയാം. കാരണം നമുക്ക് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ ഞാൻ പറയുന്നതല്ല. നിങ്ങളുടെ ആ ഏരിയത്തെ ക്രൈം റേറ്റ് എത്രയാണെന്നുള്ളത്. സേഫ് ആണോ UK എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നോട്ട് ഞെട്ടി വരട്ടെ.
എത്രത്തോളം സേഫാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഏരിയകളിൽ പലരും ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഏരിയകളിൽ ഉണ്ട്, പക്ഷേ എല്ലാ ഏരിയയിലും ഇല്ല. നിങ്ങൾ എത്ര പേരെ കണ്ടിട്ടുണ്ട് ഇതേപോലെ നിങ്ങളുടെ സ്ട്രീറ്റിനകത്തൂടെ ഈ ബാൽക്ലൗസ് ഒക്കെ വെച്ചിട്ട് പോകുന്ന, ഈ ബ്ലാക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ട് പോകുന്ന ആൾക്കാരെ സ്കൂട്ടറിലും ബൈക്കിലും ഇലക്ട്രിക് ബൈക്കിലും മോട്ടോർ ബൈക്കിലും സ്റ്റെൻഡ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മുമ്പിലൊന്നും നമ്മൾ പോയി പെടരുത് എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഇവർ റിച്വൽ ഉണ്ട്, ഇവർക്ക് എൻട്രി ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ ഇവർ അതിൻ്റെ കഴിവ് തെളിയിക്കാനായിട്ട് ഇവർ എന്തും ചെയ്യും. അത് അവരുടെ ഗ്യാങ്ങിൽ കയറേണ്ട, അതായത് ഇവരുടെ ഇടയിലുള്ള ഈ പറഞ്ഞ ഗ്യാങ്ങുകളുടെ ഇടയിലുള്ള വാറുകളാണ്, ഇല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി അവർ നടത്തുന്ന ആചാരങ്ങളാണെന്ന് ഇങ്ങോട്ട് പറയാം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പേടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. പേടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇന്നത്തെ ഒരു ഇഷ്യൂ, ഈ പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ വെടിവെപ്പ്, അത് റാൻഡമായിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിന് നേരെ, ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിട്ടുള്ള കശപിശകൾക്ക് ഉണ്ടായിട്ടുള്ള കാര്യമായിരിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങളെല്ലാവരും ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, പല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. കോർണർ ഷോപ്പുകളും ഓഫ് ലൈസൻസ് ഷോപ്പൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. ഇതേപോലുള്ള ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പോയത് പോട്ടെ, ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതിൻ്റെ പുറകിൽ പോയിട്ട് ഓടിപ്പിടിച്ച് ഹീറോയിസം കാണിക്കാൻ നിൽക്കരുത്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് എൻ്റെ അനിയനെ അടിയുണ്ടത്, അപ്പോൾ എന്താ പിടിച്ചടിക്കാതിരുന്നില്ലേ, അടിച്ചൂടെ, നിങ്ങൾക്ക് കൈയും കാലും ഇല്ലേ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ അടിക്കുമായിരിക്കും, ചിലപ്പോൾ ആ സമയത്ത് അടി കൊള്ളുകയായിരിക്കാം. പക്ഷേ നിങ്ങൾ ഓർക്കുക, അവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഈ പറഞ്ഞ ഗ്യാങ്ങിൽ മെമ്പറാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായി വരും, അറ്റാക്ക് ചെയ്യും. ചില പബ്ബുകൾ, ചില റെസ്റ്റോറൻറ്റുകൾ, നിങ്ങൾക്ക് ഒരു കാര്യം പറയുവാണെങ്കിൽ അവരുടെ പണ്ടത്തെ താവളങ്ങളായിരുന്നു ഇവിടുത്തെ പല പബ്ബുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ പബ്ബിൽ പോകുമ്പോഴും കാര്യങ്ങളും, എൻ്റെ അടുത്ത് മലയാളികൾ വിളിച്ച്, ഞങ്ങൾ പബ്ബിൽ പോയിട്ട് ഒരുത്തം കയറി ഞങ്ങളെ അടിക്കാൻ പോകുന്നു, ഞങ്ങൾ പിടിച്ച് തിരിച്ചടിച്ചു ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വലിയ വീരസാഹസമായിട്ട് പറയുന്നവരുണ്ട്. മച്ചന്മാരെ ഒറ്റ കേസേ പറയാനുള്ളൂ, അവന്മാർ ഗ്യാങ്ങിൽ പെട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. ഇല്ലെങ്കിൽ നിങ്ങളെ കണക്കാക്കിയിട്ടില്ലെങ്കിൽ അവർ നിങ്ങളുടെ പുറകിൽ വരില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ പേടി ഉണർത്തിയേക്കാം, പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ജീവിക്കാനാണ്. സോ പരമാവധി ഒഴിഞ്ഞ് മാറി ജീവിക്കുക, ഇവറ്റകളുടെ മുമ്പിലൊന്നും പോയി പെടാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റിക്വസ്റ്റ് കാണാം.